ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലൗഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 നടക്കുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 2025 നടക്കുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. ജപ്പാൻ ബഹിരാകാശ ഏജൻസി ജാക്സയുമായി ചേർന്നുള്ള ചാന്ദ്രധ്രുവ പര്യവേഷണ ദൗത്യമാണ് ലുപെക്സ്. ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുമായി ചേർന്നുള്ള ചാന്ദ്രധ്രുവ പര്യവേഷണ ദൗത്യമാണ് ലുപെക്സ്. അതായത് നമ്മുടെ ISROയും ജാക്സയുമായി ചേർന്നുള്ള ചാന്ദ്രധ്രുവ പര്യവേഷണ ദൗത്യമാണ് ലുപെക്സ്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും ചേർന്നുള്ള ചാന്ദ്രധ്രുവ പര്യവേഷണ ദൗത്യമാണ് ലുപെക്സ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലുപെക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരേണ്ടത് ജപ്പാനും ഇന്ത്യയും മനസ്സിലേക്ക് വരണം, അതുപോലെ ISROയും ജാക്സയും മനസ്സിലേക്ക് വരണം. അപ്പോൾ ISROയും ജാക്സയും ചേർന്നുള്ള ചാന്ദ്രധ്രുവ പര്യവേഷണ ദൗത്യമാണ് ലുപെക്സ്. അടുത്ത ചോദ്യം, നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. ഇതുതന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം. രാഷ്ട്രപതിയുടെയോ 24 ഗവർണറുടെയോ തീരുമാനം 3 മാസത്തിലേറെ വൈകിയാൽ ബില്ലുകൾക്ക് അംഗീകാരം ലഭിച്ചതായി കണക്കാക്കാമെന്നുള്ള ഏത് സംസ്ഥാനത്തിൻ്റെ കേസ് വിധിയാണ് ഭരണഘടനാനുസൃതമല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടിൻ്റേതാണ്. രാഷ്ട്രപതിയുടെയോ 24 ഗവർണറുടെയോ തീരുമാനം 3 മാസത്തിലേറെ വൈകിയാൽ ബില്ലുകൾക്ക് അംഗീകാരം ലഭിച്ചതായി കണക്കാക്കാമെന്നുള്ള തമിഴ്നാടിൻ്റെ കേസ് വിധിയാണ് ഭരണഘടനാനുസൃതമല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അടുത്ത ചോദ്യം, കണ്ടൽക്കാടുകളുടെ സ്വാഭാവിക പുനരുജ്ജീവനം ത്വരിതപ്പെടുത്തുന്ന പ്രവർത്തനത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം നേടിയ രാജ്യമാണ് ശ്രീലങ്ക. നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയ്ക്കാണ് കണ്ടൽക്കാടുകളുടെ സ്വാഭാവിക പുനരുജ്ജീവനം ത്വരിതപ്പെടുത്തുന്ന പ്രവർത്തനത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? ശ്രീലങ്കയ്ക്കാണ്. അടുത്ത ചോദ്യം, ഹരിത ബസ്സുകൾ മാത്രം ഓടിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി മാറുന്നത് പൂനെ. ഹരിത ബസ്സുകൾ മാത്രം ഓടിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി മാറുന്നത് പൂനെയാണ്. അടുത്ത ചോദ്യം, യൂണിസെഫ് ഇന്ത്യയിലെ അംബാസിഡറാണ് കീർത്തി സുരേഷ്. യൂണിസെഫ് ഇന്ത്യയിലെ അംബാസിഡറാണ് കീർത്തി സുരേഷ്. അതുപോലെ യൂണിസെഫ് ഇന്ത്യയുടെ പ്രതിനിധിയാണ് സിന്ധിയ മെക്കഫ്രെ. എന്താണ്? യൂണിസെഫ് ഇന്ത്യയിലെ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ അത് കീർത്തി സുരേഷാണ്. എന്നാൽ യൂണിസെഫ് ഇന്ത്യയുടെ പ്രതിനിധി ആരാണെന്ന് ചോദിച്ചാൽ സിന്ധിയ മെക്കഫ്രെയാണ്. ആരാണ്? സിന്ധിയ മെക്കഫ്രെയാണ് യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി. അടുത്ത ചോദ്യം, 74ാമത് മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയത് ഫാത്തിമ ബോഷ്. മെക്സിക്കൻ വനിതയായിട്ടുള്ള ഫാത്തിമ ബോഷാണ് 74ാമത്തെ മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയത്. സിമ്പിളായിട്ട് മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയത് ആരാണ്? അത് ഫാത്തിമ ബോഷാണ്. അവരൊരു മെക്സിക്കൻ വനിതയാണ്. ഓക്കെ, ഇനി ഈ 74ാമത് മിസ് യൂണിവേഴ്സ് 2025 വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തായ്ലൻഡാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് രാജസ്ഥാനിൽ നിന്നുള്ള മണിക വിശ്വകർമ്മയാണ്. ആരാണ്? ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മിസ് യൂണിവേഴ്സ് 2025 പങ്കെടുത്തത് ആരാണ്? അത് രാജസ്ഥാനിൽ നിന്നുള്ള മണിക വിശ്വകർമ്മ. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ മണിക വിശ്വകർമ്മയ്ക്ക് ആദ്യത്തെ 5 സ്ഥാനത്ത് പോലും എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ മണിക വിശ്വകർമ്മയ്ക്ക് ആദ്യത്തെ 5 സ്ഥാനത്ത് പോലും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത ചോദ്യം, 2025 നടന്ന കേരള സംസ്ഥാന ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ലയാണ് തിരുവനന്തപുരം. 2025 നടന്ന കേരള സംസ്ഥാന ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ലയാണ് തിരുവനന്തപുരം. ഓക്കെ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ അധ്യാപക അനധ്യാപക നിയമന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തുന്ന മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ
സ്കൂളാണ് ഓർമ്മ വരും അല്ലേ. അപ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലേക്ക് വരണം. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ അധ്യാപക അനധ്യാപക നിയമന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി നമ്മുടെ വിജിലൻസ് നടത്തുന്ന മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇനി വരുന്ന PSC പരീക്ഷയിൽ ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് എൽദോസ് പോളാണ്. ഇദ്ദേഹം ഒരു ട്രിപ്പിൾ ജംപ് താരമാണ് എൽദോസ് പോൾ. അപ്പോൾ ട്രിപ്പിൾ ജംപ് താരമായിട്ടുള്ള എൽദോസ് പോളിനാണ് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഷാറൂഖ് ഖാൻ്റെ ഭീമാകാരമായ പ്രതിമയും ഷാറൂഖ്സ് എന്ന പേരിൽ ടവറും നിലവിൽ വരുന്നത് ദുബായിലാണ്. എന്താ അല്ലേ? ഷാറൂഖ് ഖാൻ്റെ ഭീമാകാരമായ പ്രതിമയും അതുപോലെ ഷാറൂഖ്സ് എന്ന പേരിൽ ടവറും നിലവിൽ വരുന്നത് ദുബായിലാണ്. നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യത്താണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് ആലോചിച്ച് വെക്കുക. ഷാറൂഖ് ഖാൻ്റെ ഭീമാകാരമായ പ്രതിമയും ഷാറൂഖ്സ് എന്ന പേരിൽ ടവറും നിലവിൽ വരുന്നത് ദുബായിലാണ്. അടുത്ത ചോദ്യം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ചു വെക്കുക. കൊല്ലം ജില്ലയിൽ പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാനായി കുടുംബശ്രീയുടെ പദ്ധതിയാണ് KTIC. എന്താണ്? കൊല്ലം ജില്ലയിൽ പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ടുള്ള ഒരു കുടുംബശ്രീ പദ്ധതിയാണ് KTIC. KTIC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ എന്നതാണ്. എന്താണ് KTIC? അത് കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ ആണ്. ചിലപ്പോൾ നമുക്ക് ഫുൾ ഫോം ക്വസ്റ്റ്യന് ചോദിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കണക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. നിങ്ങളെ മടുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ ഒരുപാട് മാറി വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പരമാവധി കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൂടി ഓർത്ത് വെക്കുക. കൊല്ലം ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാനായി കുടുംബശ്രീയുടെ പദ്ധതിയാണ് KTIC. അടുത്ത ചോദ്യം, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിനായി എല്ലാ ജില്ലകളിലും വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിനായി എല്ലാ ജില്ലകളിലും വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് മാലിന്യ ബ്രാൻഡ് ഓഡിറ്റിന് തുടക്കം കുറിച്ചത് പഞ്ചാബ് മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് മാലിന്യ ബ്രാൻഡ് ഓഡിറ്റിന് തുടക്കം കുറിച്ചത് പഞ്ചാബ് മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. ഓർത്ത് വെക്കുക, പഞ്ചാബ് മലിനീകരണ നിയന്ത്രണ ബോർഡ്, പഞ്ചാബ്. അടുത്ത ചോദ്യം, പൊന്നം സ്മാരക പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. പൊന്നം സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അത് പ്രഭാവർമ്മയാണ്. അദ്ദേഹത്തിനെ അതിന് അർഹമാക്കിയ കൃതിയാണ് ഒറ്റിക്കൊടുത്താലും എന്നെയൻ സ്നേഹമേ. ഒറ്റിക്കൊടുത്താലും എന്നെയൻ സ്നേഹമേ എന്ന പ്രഭാവർമ്മയുടെ കൃതിക്കാണ് പൊന്നം സ്മാരക പുരസ്കാരം ലഭിച്ചത്. പൊന്നം സ്മാരക പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്, അദ്ദേഹത്തിൻ്റെ ഒറ്റിക്കൊടുത്താലും എന്നെയൻ സ്നേഹമേ എന്ന കൃതിക്ക്. അടുത്ത ചോദ്യം, 2025 GI ടാഗ് നേടിയ തും ബുക്ക് അതുപോലെ പും ടോങ് പുലിറ്റ് എന്നീ സംഗീതോപകരണങ്ങൾ ഏത് സംസ്ഥാനത്തിൻ്റേതാണ്? അത് സിക്കിമിൻ്റേതാണ്. 2025 GI ടാഗ് നേടിയ തും ബുക്ക് അതുപോലെ പും ടോങ് പുലിറ്റ് എന്നീ സംഗീതോപകരണങ്ങൾ അത് സിക്കിമിൻ്റേതാണ്. അത് രണ്ടും സംഗീതോപകരണങ്ങളാണ്. ഏതൊക്കെ? തും ബുക്കും പും ടോങ് പുലിറ്റും സംഗീതോപകരണങ്ങളാണ്. അവയ്ക്ക് 2025 GI ടാഗ് ലഭിച്ചു. അത് ഏത് സംസ്ഥാനത്തിൻ്റേതാണെന്ന് ചോദിച്ചാൽ സിക്കിമിൻ്റേതാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സിക്കിം ഫീൽ ഉണ്ട്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെക്കുക. അതുപോലെ 2025 നവംബറിൽ വിടവാങ്ങിയ ഊർജ മേഖലയിലെ ആസൂത്രണ വിദഗ്ധനും പ്രമുഖ ശാസ്ത്രജ്ഞനുമായ വ്യക്തിയാണ് പ്രൊഫസർ VK ദാമോദരൻ. ആരാണ് പ്രൊഫസർ VK ദാമോദരൻ? അദ്ദേഹം 2025 നവംബറിൽ വിടവാങ്ങിയ ഊർജ മേഖലയിലെ ആസൂത്രണ വിദഗ്ധനും പ്രമുഖ ശാസ്ത്രജ്ഞനുമായ വ്യക്തിയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, നവംബർ 16 പ്രത്യേകതയാണ് ലോക സഹിഷ്ണുതാ ദിനം. എന്താണ്? ലോക സഹിഷ്ണുതാ ദിനമാണ് നവംബർ 16. ലോക സഹിഷ്ണുതാ ദിനമാണ് നവംബർ 16. 2025 നവംബറിൽ വിടവാങ്ങിയ മോളിക്കുലാർ ജെനറ്റിക്സിലും സസ്യ റേബോസം ബയോളജിയിലും ഖ്യാതി നേടിയ വിഖ്യാത ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ആലപ്പുഴ
രാമൻ സുബ്രഹ്മണ്യൻ. 2025 നവംബറിൽ വിടവാങ്ങിയ മോളിക്കുലർ ജെനറ്റിക്സിലും സസ്യറേബോസം ബയോളജിയിലും ഖ്യാതി നേടിയ വിഖ്യാത ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ആലപ്പുഴ രാമൻ സുബ്രഹ്മണ്യൻ. ഡോക്ടർ ആലപ്പുഴ രാമൻ സുബ്രഹ്മണ്യൻ. അടുത്ത ചോദ്യം, അണ്ടർ 12 കോമൺവെൽത്ത് വനിതാ ചെസ് കിരീടം സ്വന്തമാക്കിയ മലയാളിയാണ് ദിവി ബ്രിജേഷ്. ഇവർ തിരുവനന്തപുരം സ്വദേശിയാണ്. അണ്ടർ 12 കോമൺവെൽത്ത് വനിതാ ചെസ് കിരീടം സ്വന്തമാക്കിയ മലയാളിയാണ് ദിവി ബിജേഷ്. തിരുവനന്തപുരം സ്വദേശിയാണ്. ദിവി ബിജേഷ് തിരുവനന്തപുരം സ്വദേശി. അടുത്ത ചോദ്യം, 2025 നവംബറിൽ അന്തരിച്ച ഭിന്നശേഷി ആക്ടിവിസ്റ്റാണ് ആലിസ് വോങ്. 2025 നവംബറിൽ അന്തരിച്ച ഭിന്നശേഷി ആക്ടിവിസ്റ്റാണ് ആലിസ് വോങ്. ഇവരുടെ ഓർമ്മക്കുറിപ്പാണ് ഇയർ ഓഫ് എ ടൈഗർ ആൻ ആക്ടിവിസ്റ്റ് ലൈഫ്. ആലിസ് വോങ്ങിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഇയർ ഓഫ് എ ടൈഗർ ആൻ ആക്ടിവിസ്റ്റ് ലൈഫ്. അടുത്ത ചോദ്യം, 2028 ചന്ദ്രയാൻ 4 ദൗത്യം യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞ ISRO ചെയർമാനാണ് വി നാരായണൻ. നമുക്കറിയാം, നിലവിലെ ISRO ചെയർമാനാണ് വി നാരായണൻ. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് ഒരുപാട് തവണ നമ്മുടെ PSC പരീക്ഷയിൽ ഇതുവരെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, വി നാരായണൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് 2028 ചന്ദ്രയാൻ 4 ദൗത്യം യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞ ISRO ചെയർമാനാണ് വി നാരായണൻ. ഈ ചോദ്യം ഈ രീതിയിലൊന്നും ചിലപ്പോൾ ചോദിക്കുമായിരിക്കില്ല. എങ്കിൽ കൂടി വി നാരായണനെ കണ്ട സമയത്ത് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക, നിലവിലെ ISRO ചെയർമാനാണ് വി നാരായണൻ. വി നാരായണൻ. ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്ന ഗ്രാമി പുരസ്കാര ജേതാവായ പിയാനോ വിദഗ്ധനാണ് ജോൺ ബെറ്റീസ്റ്റ്. ആരാണ്? ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്ന ഗ്രാമി പുരസ്കാര ജേതാവായ പിയാനോ വിദഗ്ധനാണ് ജോൺ ബെറ്റീസ്റ്റ്. ജോൺ ബെറ്റീസ്റ്റ്. നവംബർ 17 പ്രത്യേകത എന്താണ്? അത് ദേശീയ അപസ്മാര അവബോധ ദിനമാണ്. നവംബർ 17 ദേശീയ അപസ്മാര അവബോധ ദിനമാണ്. അടുത്ത ചോദ്യം, ആരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് റിസർവ് ബാങ്ക് 100 രൂപ നാണയം പുറത്തിറക്കുന്നത്? അത് സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ്. അതാണ് ആരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് റിസർവ് ബാങ്ക് 100 രൂപ നാണയം പുറത്തിറക്കുന്നത്? സത്യസായി ബാബയുടെ. അപ്പോൾ സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നമ്മുടെ റിസർവ് ബാങ്കാണ് 100 രൂപ നാണയം പുറത്തിറക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റൽ വകുപ്പ് ഒരു സ്റ്റാമ്പും പുറത്തിറക്കുന്നുണ്ട്. ഈ രണ്ടും പുറത്തിറക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതായത് നമ്മൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുമെന്നൊക്കെ പറയുന്ന മാതിരി ഇത് പുറത്തിറക്കുന്നത് ആരാണ്? നാണയം പുറത്തിറക്കുന്നത് റിസർവ് ബാങ്കാണ്, സ്റ്റാമ്പ് പുറക്കുന്നത് പോസ്റ്റൽ വകുപ്പാണ്. എന്നാൽ ഇത് രണ്ടും പുറത്തിറക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് രണ്ടും പുറത്തിറക്കുന്നത്. അടുത്ത ചോദ്യം, 2025 നവംബറിൽ വിടവാങ്ങിയ പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവും ഇസ്രായേലിലെ മലയാളി കർഷകനുമായ വ്യക്തിയാണ് ഏലിയാഹു ബെസലേൽ. ആരാണ്? 2025 നവംബറിൽ വിടവാങ്ങിയ പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവും ഇസ്രായേലിലെ മലയാളി കർഷകനുമായ വ്യക്തിയാണ് ഏലിയാഹു ബെസലേൽ. ഏലിയാഹു ബെസലേൽ. അടുത്ത ചോദ്യം, ATP ഫൈനൽ ചാമ്പ്യൻഷിപ്പിൻ്റെ കിരീട പോരാട്ടത്തിൽ ലോക 1-ാം നമ്പർ താരം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിനെ തോൽപ്പിച്ച് വിജയിയായത് യാനിക് സിന്നർ, ഇറ്റലിക്കാരനാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷ പേപ്പറിൽ ഒന്നിക്കൽ യാനിക് സിന്നർ ഉണ്ടാവും, അല്ലെങ്കിൽ കാർലോസ് അൽക്കാരസ് ഉണ്ടാവും. തെറ്റിക്കരുത്, ഇത് യാനിക് സിന്നറാണ്. ഇറ്റലിക്കാരനായിട്ടുള്ള യാനിക് സിന്നറാണ് ATP ഫൈനൽ ചാമ്പ്യൻഷിപ്പിൻ്റെ കിരീട പോരാട്ടത്തിൽ ലോക 1-ാം നമ്പർ താരമായിട്ടുള്ള സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിനെ തോൽപ്പിച്ച് വിജയിയായത്. മാറിപ്പോകരുത്. ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, ബീഹാറിൽ ആരുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് 20-ന് സത്യപ്രതിജ്ഞ ചെയ്തത്? അതായത് നവംബർ 20-ന് ബീഹാറിൽ ആരുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? അത് JDU അധ്യക്ഷനായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ബീഹാറിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അതായത് നിതീഷ് കുമാറാണ് ഇനി അവിടെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി പോകുന്നത്. ഇത് ഇദ്ദേഹം 10-ാം തവണയാണ് ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. BJPയുടെ സമ്രാട്ട് ചൗധരിയും വിജയ് സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാർ. അപ്പോൾ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി പോകുന്നത് നിതീഷ് കുമാറാണ്. അതുപോലെ BJPയുടെ സമ്രാട്ട് ചൗധരിയും വിജയ് സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാർ. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമുക്ക് ആരും കൂടി അറിയണം, പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് കൂടി അറിയണം. അത് തേജസ്വി യാദവ് ആണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അത് നിതീഷ് കുമാറില്ല. ആരാണ്? തേജസ്വി യാദവ് ആണ് പ്രതിപക്ഷ നേതാവ്. തേജസ്വി യാദവാണ് പ്രതിപക്ഷ നേതാവ്.
മന്ത്രിസഭയിൽ അംഗമായ അടുത്ത ചോദ്യമാണ്, നിതീഷ് കുമാർ മന്ത്രിസഭയിൽ അംഗമായ അർജുന അവാർഡ് ജേതാവായ ഷൂട്ടിംഗ് താരമാണ് ശ്രേയഷി സിംഗ്. നിതീഷ് കുമാർ മന്ത്രിസഭയിൽ അംഗമായ, ഈ രീതിയിൽ വായിക്കുക, ഇവിടുന്ന് മുതൽ വായിക്കുക. നിതീഷ് കുമാർ മന്ത്രിസഭയിൽ അംഗമായ അർജുന അവാർഡ് ജേതാവായ ഷൂട്ടിംഗ് താരമാണ് ശ്രേയഷി സിംഗ്. 2018 കോമൺവെൽത്ത് ഗെയിംസ് ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയവരാണ് ശ്രേയഷി സിംഗ്. ഇപ്പോൾ 2018 കോമൺവെൽത്ത് ഗെയിംസ് ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് ശ്രേയഷി സിംഗ്. അപ്പോൾ ഈ ശ്രേയഷി സിംഗ് ആണ് നിതീഷ് കുമാർ മന്ത്രിസഭയിൽ അംഗമായ അർജുന അവാർഡ് ജേതാവായ ഷൂട്ടിംഗ് താരം. അതുപോലെ നവംബർ 19 പ്രത്യേകതയാണ് അന്താരാഷ്ട്ര പുരുഷ ദിനം. നവംബർ 19 അന്താരാഷ്ട്ര പുരുഷ ദിനമാണ്. അതുപോലെ ലോക ശൗചാലയ ദിനമാണ്. അതുപോലെ വാഗൺ ട്രാജഡി നടന്ന ദിവസമാണ്. നവംബർ 19 പ്രത്യേകത എന്തൊക്കെയാണ്? നവംബർ 19 പ്രത്യേകതകളാണ് അന്താരാഷ്ട്ര പുരുഷ ദിനം, ലോക ശൗചാലയ ദിനം, വാഗൺ ട്രാജഡി നടന്ന ദിവസം. അടുത്ത ചോദ്യം, 2024 ദേശീയ ജല പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2024 ദേശീയ ജല പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അത് വിതരണം ചെയ്തത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. അതിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് മഹാരാഷ്ട്രയാണ്. മികച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. എന്നാൽ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് നമ്മുടെ കണ്ണൂരിലെ പായത്തിനെയും ആന്ധ്രാപ്രദേശിലെ ദുബ്ബികനിപ്പള്ളിയെയും തിരഞ്ഞെടുത്തു. ഒന്നുകൂടി പറയാം, മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് മഹാരാഷ്ട്രയാണ്. എന്നാൽ മികച്ച ഗ്രാമപഞ്ചായത്തായി 2 ഗ്രാമപഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ണൂരിലെ പായം ഗ്രാമപഞ്ചായത്തിനെയും പിന്നെ ആന്ധ്രാപ്രദേശിലെ ദുബ്ബികനിപ്പള്ളിയെയും. അതുപോലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പ്രത്യേക പരാമർശം നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനത്തിന്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ലഭിച്ചു. അത് തിരുവനന്തപുരം MGM മോഡൽ സ്കൂളിനാണ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള പ്രത്യേക പരാമർശം ലഭിച്ചത് തിരുവനന്തപുരത്തെ MGM മോഡൽ സ്കൂളിനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ 20 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾക്ക് ഉടമയായ സ്വിറ്റ്സർലൻഡ് ടെന്നീസ് താരമാണ് റോജർ ഫെഡറർ. ഹോൾ ഓഫ് ഫെയിംസിൽ ഇടം നേടിയ 20 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾക്ക് ഉടമയായ സ്വിറ്റ്സർലാൻഡ് ടെന്നീസ് താരമാണ് റോജർ ഫെഡറർ. അടുത്ത ചോദ്യം, സ്മാർട്ട് പ്രതിരോധ സാങ്കേതിക വിദ്യകളും സുരക്ഷിത ലോജിസ്റ്റിക് സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതിനായി ഗതിശക്തി വിശ്വവിദ്യാലയവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംഘടനയാണ് DRDO. സ്മാർട്ട് പ്രതിരോധ സാങ്കേതിക വിദ്യകളും സുരക്ഷിത ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതിനായി ഗതിശക്തി വിശ്വവിദ്യാലയവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംഘടനയാണ് DRDO. അടുത്ത ചോദ്യം, ഇന്ത്യ UK സംയുക്ത സൈനിക അഭ്യാസമാണ് അജേയ വാരിയർ 25 അങ്ങനെ പഠിച്ചാൽ മതി. ഇന്ത്യ UK സംയുക്ത സൈനിക അഭ്യാസമാണ് അജേയ വാരിയർ 25. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ അജേയ വാരിയർ 25 രാജസ്ഥാനിൽ ആരംഭിച്ചു. കറക്റ്റായിട്ട് പറഞ്ഞാൽ രാജസ്ഥാനിലെ ബിക്കാനീറിലുള്ള മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് ഇത് ആരംഭിച്ചത്. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ അജേയ വാരിയർ 25 രാജസ്ഥാനിലെ ബിക്കാനീറിലുള്ള മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് ആരംഭിച്ചത്. ഇത് അജേയ വാരിയറിൻ്റെ 8ാമത് പതിപ്പാണ്. 2025 നവംബർ 17 മുതൽ 30 വരെയാണ് ഇത് നടക്കുന്നത്. 2025 നവംബർ 17 മുതൽ 30 വരെയാണ് ഇത് നടക്കുന്നത്. അജേയ വാരിയർ എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ 8ാമത് പതിപ്പാണ് 2025 നടക്കുന്നത്. അതുപോലെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സിഖ് റെജിമെൻറ്റിലെ സൈനികരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഓർത്ത് വെക്കുക, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സിഖ് റെജിമെൻറ്റിലെ സൈനികരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അജേയ വാരിയർ 25 പങ്കെടുക്കുന്നത് ആരാണ്? അത് സിഖ് റെജിമെൻറ്റിലെ സൈനികരാണ്. നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ അഭ്യാസത്തിൽ പ്രധാനമായും മുൻഗണന നൽകുന്നത്. ഓർത്ത് വെക്കുക, നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ അഭ്യാസത്തിൽ പ്രധാനമായും മുൻഗണന നൽകുന്നത്. ഇന്ത്യൻ ആർമിയും ബ്രിട്ടീഷ് ആർമിയും തമ്മിലുള്ള അജേയ വാരിയർ അഭ്യാസം 2011 ആരംഭിച്ചത്. ഇന്ത്യൻ ആർമിയും ബ്രിട്ടീഷ് ആർമിയും തമ്മിലുള്ള അജേയ വാരിയർ അഭ്യാസം 2011 ആരംഭിച്ചത്.
2 വർഷത്തിലൊരിക്കലാണ് ഇത് സംഘടിപ്പിക്കാറുള്ളത്. ആദ്യമായിട്ട് നടന്നത് 2011 ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ പതിപ്പ്, അതായത് 7ാമത്തെ പതിപ്പ്, നമ്മൾ പറഞ്ഞു 8ാമത്തെ പതിപ്പാണ് 2025 നടന്നത്. അപ്പോൾ 7ാമത്തെ പതിപ്പ് 2023 UK സാലിസ്ബറി പ്ലെയിൻസിലാണ് നടന്നത്. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ പതിപ്പ് 2023 നടന്നത്. അതായത് 7ാമത്തെ പതിപ്പ് 2023 നടന്നു. അത് UK സാലിസ്ബറി പ്ലെയിൻസിലാണ് നടന്നത്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2025 വാക്കായി തിരഞ്ഞെടുത്തത് പാരാസോഷ്യൽ എന്ന വാക്കാണ് കാംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2025 വാക്കായി തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് കാംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ഏത് വാക്കാണെന്ന് ചോദിക്കാം. അത് ഏത് വാക്കാണ്? പാരാസോഷ്യൽ എന്ന വാക്കാണ്. എന്നാൽ എന്താണ് ഈ പാരാസോഷ്യൽ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് പോകുന്നുണ്ടാവും അല്ലേ? പാരാസോഷ്യൽ എന്നുള്ളത് മറ്റൊന്നുമല്ല, തനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളുമായോ അല്ലെങ്കിൽ ഒന്നുമായോ വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന് ഒരാൾക്ക് തോന്നുന്ന മാനസികാവസ്ഥയാണ് പാരാസോഷ്യൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. തനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളുമായി അല്ലെങ്കിൽ ഒന്നുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന് ഒരാൾക്ക് തോന്നുന്ന മാനസികാവസ്ഥയാണ് പാരാസോഷ്യൽ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പാരാസോഷ്യലാണ് കാംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2025 വാക്ക് അല്ലെങ്കിൽ വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത്. ഓക്കെ, ഇത് നമുക്ക് PSC പരീക്ഷ, ഇനി വരാൻ പോകുന്ന PSC പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു നല്ല ചോദ്യമാണല്ലേ. അടുത്ത ചോദ്യം, പോർച്ചുഗലിലും വെയിൽസിലും മരണങ്ങൾക്കും കടുത്ത വെള്ളപ്പൊക്കത്തിനും കാരണമായ കൊടുങ്കാറ്റാണ് ക്ലോഡിയ. പോർച്ചുഗലിലും വെയിൽസിലും മരണങ്ങൾക്കും കടുത്ത വെള്ളപ്പൊക്കത്തിനും കാരണമായ കൊടുങ്കാറ്റാണ് ക്ലോഡിയ. അടുത്ത ചോദ്യം, IIT ബോംബെയുടെ ബോർഡ് ഓഫ് ഗവേണേഴ്സ് അധ്യക്ഷനായി നിയമിതനായ മുൻ ISRO ചെയർമാനാണ് കെ രാധാകൃഷ്ണൻ. IIT ബോംബെയുടെ ബോർഡ് ഓഫ് ഗവേണേഴ്സ് അധ്യക്ഷനായി നിയമിതനായ മുൻ ISRO ചെയർമാനാണ് കെ രാധാകൃഷ്ണൻ. 3 വർഷത്തേക്കാണ് നിയമനം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒട്ടേറെ ദേശീയ സമിതികൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം IIT കാൺപൂർ ബോർഡ് ഓഫ് ഗവേണേഴ്സ് അധ്യക്ഷനായിരുന്നു. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി ഈ കാര്യങ്ങൾ. അടുത്ത ചോദ്യം, ചൈനയുടെ ഏത് ദൗത്യം ശേഖരിച്ച സാമ്പിളുകളിൽ നിന്നാണ് ചന്ദ്രനിലെ മണ്ണിൽ ആദ്യമായി അയൺ ഓക്സൈഡ് ക്രിസ്റ്റലുകൾ കണ്ടെത്തിയത്? അത് ചാങ്-ഇ-6 എന്ന ദൗത്യം ശേഖരിച്ച സാമ്പിളുകളിൽ നിന്നാണ്. എന്താണ്? ചാങ്-ഇ-6 എന്ന ചൈനയുടെ ദൗത്യം ശേഖരിച്ച സാമ്പിളുകളിൽ നിന്നാണ് ചന്ദ്രനിലെ മണ്ണിൽ ആദ്യമായി അയൺ ഓക്സൈഡ് ക്രിസ്റ്റലുകൾ കണ്ടെത്തിയത്. അപ്പോൾ ഇത്രയും ആലോചിക്കുക. ചാങ്-ഇ-6 എന്ന് പറയുന്നത് ചൈനയുടെ ഒരു ദൗത്യമാണ്. ഇത് കുറച്ച് സാമ്പിളുകൾ നമ്മുടെ ചന്ദ്രൻ്റെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് അയൺ ഓക്സൈഡ് ക്രിസ്റ്റലുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. അത്രയേ ഉള്ളൂ. പിന്നെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന അയൺ ഓക്സൈഡിൻ്റെ ചെറിയ പരലുകളാണ് ഇവർ കണ്ടെത്തിയത്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്ന അയൺ ഓക്സൈഡിൻ്റെ ചെറിയ പരലുകളാണ് ഇവർ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, സർക്കാർ സ്കൂളുകളിലും കോളേജിലും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന പ്രധാന അധ്യാപകർക്ക് സൗജന്യ വിദേശ യാത്രാ പാക്കേജ് പ്രഖ്യാപിച്ചത് കർണാടക വിദ്യാഭ്യാസ വകുപ്പാണല്ലേ. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന പ്രധാന അധ്യാപകർക്ക് സൗജന്യ വിദേശയാത്രാ പാക്കേജ് പ്രഖ്യാപിച്ചത് കർണാടക വിദ്യാഭ്യാസ വകുപ്പാണ്. നമ്മുടെ കർണാടക സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം, അടുത്ത അധ്യയന വർഷം 25% കൂടുതൽ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നവർക്കാണ് അവസരം ലഭിക്കുക. അടുത്ത അധ്യയന വർഷം 25% കൂടുതൽ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നവർക്കാണ് അവസരം ലഭിക്കുക. അതുപോലെ അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് മാത്രമായി ഹെർ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ച ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സ്ത്രീകൾക്ക് മാത്രമായി ഹെർ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ച ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അടുത്ത ചോദ്യം, 100% സൈബർ ഫ്രോഡ് റെസ്പോൺസ് സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗോവ. 100% സൈബർ ഫ്രോഡ് റെസ്പോൺസ് സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഗോവ. അടുത്ത ചോദ്യം, 2025 ഡോൺ പുരസ്കാരം നേടിയത് ഓസ്കർ പിയാസ്ട്രി.
2025 ഡോൺ പുരസ്കാരം നേടിയതാരാണ്? അത് ഓസ്കാർ പിയാസ്ട്രിയാണ്. ഓസ്കാർ പിയാസ്ട്രിക്കാണ് 2025 ഡോൺ പുരസ്കാരം ലഭിച്ചത്. ഓസ്ട്രേലിയൻ കായിക രംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഈ ഡോൺ പുരസ്കാരം. ഓസ്ട്രേലിയൻ കായിക രംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഈ ഡോൺ പുരസ്കാരം. 2025 ഡോൺ പുരസ്കാരം ലഭിച്ചത് ഓസ്കാർ പിയാസ്ട്രിക്കാണ്. ഓസ്കാർ പിയാസ്ട്രിക്ക്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസമായ സർ ഡൊണാൾഡ് ബ്രാഡ്മാൻ്റെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരത്തിന് ഡോൺ അവാർഡ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസമായ സർ ഡൊണാൾഡ് ബ്രാഡ്മാൻ്റെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരത്തിന് ഡോൺ അവാർഡ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. സ്പോർട്സ് ഓസ്ട്രേലിയ ഹാൾ ഓഫ് ഫെയിമാണ് വർഷം തോറും ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. സ്പോർട്സ് ഓസ്ട്രേലിയ ഹാൾ ഓഫ് ഫെയിമാണ് വർഷം തോറും ഈ ഡോൺ പുരസ്കാരം സമ്മാനിക്കുന്നത്. അടുത്ത ചോദ്യം, നവംബറിൽ രാജിവെച്ച ടെക് ബീമൻ മെറ്റയുടെ നിർമ്മിത ബുദ്ധി വിഭാഗത്തിലെ മുഖ്യ ശാസ്ത്രജ്ഞനാണ് യാൻ ലെക്വിൻ. അദ്ദേഹത്തിന് 65 വയസ്സാണ്. നവംബറിൽ രാജിവെച്ച ടെക് ബീമൻ മെറ്റയുടെ നിർമ്മിത ബുദ്ധി വിഭാഗത്തിലെ മുഖ്യ ശാസ്ത്രജ്ഞനാണ് യാൻ ലെക്വിൻ. അടുത്ത ചോദ്യം ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് യെല്ലോ ബെൽ. മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് യെല്ലോ ബെൽ. അടുത്ത ചോദ്യം, ലോജിസ്റ്റിക്സ് സ്ഥാപനമായ ഡൽഹി വെറി വനിതകൾ മാത്രമുള്ള വിതരണ കേന്ദ്രം തുറക്കുന്നത് ഏത് നഗരത്തിലാണ്? കൊച്ചി. ലോജിസ്റ്റിക്സ് സ്ഥാപനമായ ഡൽഹി വെറി വനിതകൾ മാത്രമുള്ള വിതരണ കേന്ദ്രം തുറക്കുന്നത് കൊച്ചിയിലാണ്. രാജ്യത്ത് ഇത്തരത്തിലുള്ള 6ാമത്തെ കേന്ദ്രമാണ് ഇവിടെ കൊച്ചിയിൽ വരാൻ വേണ്ടി പോകുന്നത്. അടുത്ത ചോദ്യം, വിതരണവും ഡിജിറ്റൈസേഷനും വെരിഫിക്കേഷനും പൂർത്തിയാക്കിയ ആദ്യ BLO ആയി മാറിയത് എസ് സിന്ധു ആണ്. വിതരണവും ഡിജിറ്റൈസേഷനും വെരിഫിക്കേഷനും പൂർത്തിയാക്കിയ ആദ്യ BLO ആയി മാറിയത് എസ് സിന്ധു. അടുത്ത ചോദ്യം, ആർമി ടാക്റ്റിക്കൽ മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ആർമി ടാക്റ്റിക്കൽ മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അടുത്ത ചോദ്യം, വയലാർ രാമവർമ്മ ഫൗണ്ടേഷൻ നൽകി വരുന്ന വയലാർ അവാർഡ് 2025 ജേതാവാണ് ബിജു നാരായണൻ. വയലാർ രാമവർമ്മ ഫൗണ്ടേഷൻ നൽകി വരുന്ന വയലാർ അവാർഡ് 2025 ജേതാവാണ് ബിജു നാരായണൻ. 4ാം തവണയും ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച നഷ്ടപരിഹാരമാണ് 10 ലക്ഷം രൂപ. വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച നഷ്ടപരിഹാരമാണ് 10 ലക്ഷം രൂപ. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാല തുടങ്ങിയത് മദ്രാസ് IITയിലാണ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാല തുടങ്ങിയത് മദ്രാസ് IITയിലാണ്. രാജ്യത്തെ ഭാഷാ വൈവിധ്യത്തെയും ഭാഷാഗ്രഹണ രീതിയെയും കുറിച്ച് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശാസ്ത്രീയമായി പഠിക്കുകയാണ് ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? രാജ്യത്തെ ഭാഷാ വൈവിധ്യത്തെയും ഭാഷാഗ്രഹണ രീതിയെയും കുറിച്ച് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശാസ്ത്രീയമായി തന്നെ പഠിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിലെ കണ്ടെത്തലുകൾ നിർമ്മിത ബുദ്ധി പോലുള്ള മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. മനുഷ്യൻ ഭാഷകൾ രൂപവൽക്കരിക്കുന്നതും ഗ്രഹിക്കുന്നതും അതിനുവേണ്ട സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കുന്നതും എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഗവേഷണങ്ങളാണ് ലാബിൽ പ്രധാനമായും നടക്കുക. IITയിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിന് കീഴിലാണ് ലാബ്. IIT ഡയറക്ടറാണ് ഡോക്ടർ വി കാമകോടി. ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച 2025 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഭൂട്ടാൻ. 2025 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഭൂട്ടാൻ. ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത 1020 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയാണ് പുനൽസാങ് ചു 2. ഇന്ത്യയും
ഭൂട്ടാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത 1020 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയാണ് പുനൽസാങ് ചു 2. പുനൽസാങ് ചു 2. നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുപോലെ ഭൂട്ടാൻ മുൻ രാജാവിൻ്റെ 70ാം ജന്മവാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ സന്ദർശിച്ചത്. ഓർത്തു വെക്കുക. അതുപോലെ ഭൂട്ടാനിലെ ഇപ്പോഴത്തെ രാജാവാണ് ജിഗ്മെ ഖേസർ നാംഗ്യാൽ വാങ്ചുക്. ഭൂട്ടാനിലെ ഇപ്പോഴത്തെ രാജാവ് ആരാണ്? അത് ജിഗ്മെ ഖേസർ നാംഗ്യാൽ വാങ്ചുക് ആണ്. ജിഗ്മെ ഖേസർ നാംഗ്യാൽ വാങ്ചുക്കാണ്. ജിഗ്മെ ഖേസർ നാംഗ്യാൽ വാങ്ചുക്കാണ് ഭൂട്ടാനിലെ ഇപ്പോഴത്തെ രാജാവ്. അതുപോലെ ഭൂട്ടാൻ പ്രധാനമന്ത്രിയാണ് ഷെറിംഗ് ടോബ്ഗെ. ഭൂട്ടാൻ പ്രധാനമന്ത്രിയാണ് ഷെറിംഗ് ടോബ്ഗെ. അടുത്ത ചോദ്യം, അടുത്തതും ഭൂട്ടാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതും ഭൂട്ടാനിലാണ്. ഓർത്തു വെക്കുക, പാറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതും ഭൂട്ടാനിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ 4000 കോടി രൂപ വായ്പ നൽകുന്ന അയൽരാജ്യമാണ് ഭൂട്ടാൻ. മറ്റൊരു ചോദ്യം, ഭൂട്ടാനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യ 4000 കോടി രൂപ വായ്പ നൽകുന്ന അയൽരാജ്യമാണ് ഭൂട്ടാൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂർ. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂരാണ്. മൈസൂർ. നെറ്റിയിൽ കൊമ്പ് വെച്ച മെഗാചൈൽ ലൂസിഫർ എന്ന ഇനം തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. എന്താണ്? നെറ്റിയിൽ കൊമ്പ് വെച്ച മെഗാചൈൽ ഹാക്കിരിയാപിസ് ലൂസിഫർ എന്ന ഇനം തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. നെറ്റിയിൽ കൊമ്പ് വെച്ച മെഗാചൈൽ ലൂസിഫർ എന്ന ഇനം തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ബഹിരാകാശ നിലയത്തിന് സമാനമായി സ്ഥിരം സമുദ്രാന്തര ഗവേഷണ നിലയം സജ്ജമാക്കാനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയാണ് മത്സ്യ 6000. ബഹിരാകാശ നിലയത്തിന് സമാനമായി സ്ഥിരം സമുദ്രാന്തര ഗവേഷണ നിലയം സജ്ജമാക്കാനുള്ള ഇന്ത്യയുടെ ഒരു സമുദ്രയാൻ പദ്ധതിയാണ് മത്സ്യ 6000. ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തി വല കണ്ടെത്തിയത് അൽബേനിയ ഗ്രീസ് അതിർത്തിയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിലന്തി വല കണ്ടെത്തിയത് എവിടെയാണ്? അത് അൽബേനിയ ഗ്രീസ് അതിർത്തിയിലാണ്. അടുത്ത ചോദ്യം, വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ ഓണററി ഡയറക്ടറാണ് നാരായണ ഭട്ടതിരി. വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ ഓണററി ഡയറക്ടറാണ് നാരായണ ഭട്ടതിരി. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ ഓണററി ഡയറക്ടറായിട്ട് മാറുന്നത്. അടുത്ത ചോദ്യം, 2025 നവംബറിൽ അന്തരിച്ച ജപ്പാൻ ചലച്ചിത്ര താരമാണ് തത്സുയ നകഡായി. 2025 നവംബറിൽ അന്തരിച്ച ജപ്പാൻ ചലച്ചിത്ര താരമാണ് തത്സുയ നകഡായി. ഇദ്ദേഹത്തിൻ്റെ പ്രധാന സിനിമകളാണ് ദി ഹ്യൂമൻ കണ്ടീഷൻ സീരീസ്, അതുപോലെ 7 സമുറായി, അതുപോലെ കഗേമുഷ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അദ്ദേഹത്തിൻ്റെ പ്രധാന സിനിമകളാണ്, തത്സുയ നകഡായിയുടെ പ്രധാന സിനിമകളാണ് ദി ഹ്യൂമൻ കണ്ടീഷൻ സീരീസ്, 7 സമുറായി, കഗേമുഷ. അടുത്ത ചോദ്യം, തുടർച്ചയായ 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തിയ ബീച്ചാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച്. തുടർച്ചയായ 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തിയ ബീച്ചാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പരിപാലിച്ചു വരുന്ന ബീച്ചിൽ നടപ്പിലാക്കുന്ന കാട്ട് ഓർക്കിഡുകളുടെ പുനരധിവാസം പദ്ധതിക്ക് 2025 സദേൺ ഹെമിസ്ഫിയർ ബ്ലൂ ഫ്ലാഗ് മികച്ച പ്രവർത്തനങ്ങളുടെ മത്സര വിഭാഗത്തിൽ 1ാം സ്ഥാനവും ലഭിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പരിപാലിച്ചു വരുന്ന ബീച്ചിൽ നടപ്പിലാക്കുന്ന കാട്ട് ഓർക്കിഡുകളുടെ പുനരധിവാസം പദ്ധതിക്ക് 2025 സദേൺ ഹെമിസ്ഫിയർ ബ്ലൂ ഫ്ലാഗ് മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള മത്സര വിഭാഗത്തിൽ 1ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പരാഗണകാരികളുടെയും പ്രാണികളുടെയും നഷ്ടം തടയൽ വിഷയവിഭാഗത്തിലാണ് ഈ അവാർഡ് ലഭിച്ചത്. പരാഗണകാരികളുടെയും പ്രാണികളുടെയും നഷ്ടം തടയൽ വിഷയവിഭാഗത്തിലാണ് അവാർഡ് ലഭിച്ചത്. ഡെൻമാർക്ക് ആസ്ഥാനമായ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷനാണ് അവാർഡ് നൽകുന്നത്. ഡെൻമാർക്ക് ആസ്ഥാനമായിട്ടുള്ള ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷനാണ് അവാർഡ് നൽകുന്നത്. അടുത്ത ചോദ്യം,
കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് കേരളം. അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1-ാം സ്ഥാനം നേടിയത് കേരളമാണ്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് കേരളമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1-ാം സ്ഥാനം നേടിയത് കേരളമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം തുടർച്ചയായ 2-ാം തവണയാണ് 1-ാം സ്ഥാനം നേടുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം തുടർച്ചയായ 2-ാം തവണയാണ് 1-ാം സ്ഥാനം നേടുന്നത്. ഈ അംഗീകാരം കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായ പി രാജീവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത്. ഈ ഒരു അംഗീകാരം കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായിട്ടുള്ള പി രാജീവ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത്. 2020 കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ കേരളം 28-ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 2021 ആകുമ്പോഴേക്കും അത് 15-ാം സ്ഥാനമായി. 22-23 14-ാം സ്ഥാനത്തായി. അതാണ് ഇപ്പോൾ 1-ാം സ്ഥാനമായിട്ട് മാറിയത്. ഈ വർഷവും കഴിഞ്ഞ വർഷവും തുടർച്ചയായിട്ട് 2 തവണ കേരളത്തിന് തന്നെയാണ് 1-ാം സ്ഥാനം. അടുത്തത് നവംബർ 13 പ്രത്യേകതയാണ്. നവംബർ 13 ലോക ദയാദിനമാണ്. വേൾഡ് കൈൻഡ്നസ് ഡേ ആണ് നവംബർ 13. ലോക ദയാദിനമാണ് നവംബർ 13. ലോകത്തിലെ മുൻനിര യാത്രാ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ booking.comൻ്റെ 2026 നിർബന്ധമായും സന്ദർശിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് നമ്മുടെ കൊച്ചിയാണ്. ലോകത്തിലെ മുൻനിര യാത്രാ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ booking.comൻ്റെ 2026 നിർബന്ധമായും സന്ദർശിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് കേരളത്തിൽ നിന്നുള്ള കൊച്ചിയാണ്. കൊച്ചി പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക ഡെസ്റ്റിനേഷനാണ് കൊച്ചി. പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക ഡെസ്റ്റിനേഷനാണ് കൊച്ചി. 10 ലോകോത്തര ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയാണ് ഇവർ തയ്യാറാക്കിയിട്ടുണ്ടായത്. അതിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് കൊച്ചി കൂടി വന്നത്. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ഇറാനിയൻ നടനാണ് ഹുമയൂൺ എർഷാദി. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ഇറാനിയൻ നടനാണ് ഹുമയൂൺ എർഷാദി. പ്രൊജക്റ്റ് ചീറ്റയുടെ ഭാഗമായി 2025 നവംബറിൽ ഏത് ആഫ്രിക്കൻ രാജ്യത്തു നിന്നുമാണ് 8 ചീറ്റകളെ ഇന്ത്യയിലെത്തിച്ച് പുനരധിവസിപ്പിക്കാൻ ഉടമ്പടിയായത്? അത് ബോട്സ്വാനയിൽ നിന്നുള്ളതാണ്. ഈ ചോദ്യം എന്തായാലും നമുക്ക് അടുത്ത PSC പരീക്ഷയിൽ ഒരു ചോദ്യമായിട്ട് വരാം. പ്രൊജക്റ്റ് ചീറ്റയുടെ ഭാഗമായി 2025 നവംബറിൽ ഏത് ആഫ്രിക്കൻ രാജ്യത്തു നിന്നുമാണ് 8 ചീറ്റകളെ ഇന്ത്യയിലെത്തിച്ച് പുനരധിവസിപ്പിക്കാൻ ഉടമ്പടിയായത്? അത് ബോട്സ്വാനയിൽ നിന്നുള്ള 8 ചീറ്റകളെയാണ്. ഓക്കെ, ബോട്സ്വാനയിൽ നിന്നുള്ള 8 ചീറ്റകളെ പ്രൊജക്റ്റ് ചീറ്റയുടെ ഭാഗമായിട്ട്. അടുത്ത ചോദ്യം, ഈയിടെ 5 വർഷം വിലക്ക് ലഭിച്ച ഹാമർ ത്രോയിലെ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവാണ് മഞ്ജു ബാല. ഈയിടെ 5 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഹാമർ ത്രോയിലെ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവാണ് മഞ്ജു ബാല. ഓക്കെ, മഞ്ജു ബാല. ഏഷ്യൻ അമ്പെയ്ത്ത് സംഘടനയായ ആർച്ചറി ഏഷ്യയുടെ റൂൾസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ഡോക്ടർ ജോറിസ് പൗലോസ് ഉമ്മച്ചേരി. ഏഷ്യൻ അമ്പെയ്ത്ത് സംഘടനയായ ആർച്ചറി ഏഷ്യയുടെ റൂൾസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ഡോക്ടർ ജോറിസ് പൗലോസ് ഉമ്മച്ചേരി. ഡോക്ടർ ജോറിസ് പൗലോസ് ഉമ്മച്ചേരി. അടുത്ത ചോദ്യം, വിദേശ ധനകാര്യ നിക്ഷേപകർക്കും വിദേശ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾക്കുമായി പുതിയ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയത് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് NSDL. വിദേശ ധനകാര്യ നിക്ഷേപകർക്കും വിദേശ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾക്കുമായി പുതിയ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയത് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ്, NSDL ആണ്. ഇന്ത്യൻ സെക്യൂരിറ്റീസ് വിപണിയിൽ പണം മുടക്കുന്ന വിദേശ നിക്ഷേപകരുടെ നടപടികൾ ലളിതമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ത്യൻ സെക്യൂരിറ്റീസ് വിപണിയിൽ പണം മുടക്കുന്ന വിദേശ നിക്ഷേപകരുടെ നടപടികൾ ലളിതമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അത് പറയുമ്പോൾ സെബി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഡോക്ടർ രുചി ചോജർ. സെബി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഡോക്ടർ രുചി ചോജർ. ജോർജിയ
അസർബൈജാൻ അതിർത്തിയിൽ തകർന്നു വീണ തുർക്കിയുടെ സൈനിക ചരക്ക് വിമാനമാണ് തുർക്കി C-130 സൈനിക കാർഗോ വിമാനം. തുർക്കി C-130 സൈനിക കാർഗോ വിമാനം. ജോർജിയ അസർബൈജാൻ അതിർത്തിയിൽ തകർന്നു വീണ തുർക്കിയുടെ സൈനിക ചരക്ക് വിമാനമാണ് തുർക്കി C-130 സൈനിക കാർഗോ വിമാനം. അത് പറയുമ്പോൾ തുർക്കിയുടെ പ്രസിഡന്റ് കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. അത് റജബ് തയ്യിബ് എർദോഗനാണ്. തുർക്കിയുടെ പ്രസിഡന്റ് ആരാണ്? അത് റജബാണ്. റജബ് തയ്യിബ് എർദോഗനാണ്. റജബ് തയ്യിബ് എർദോഗൻ. അടുത്ത ചോദ്യം, 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കുന്ന സർക്കാർ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കുന്ന സർക്കാർ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. അടുത്ത ചോദ്യം, കുമ്പംകല്ല് BTM LP സ്കൂളിൽ AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ സുന്ദരികളായ റോബോട്ടുകളാണ് അമീറ, സമീറ, ലൂല, ഐല. കുമ്പം കൽ BTM LP സ്കൂളിൽ, അതായത് ബാഫഗി തങ്ങൾ മെമ്മോറിയൽ LP സ്കൂളിൽ AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ സുന്ദരികളായ റോബോട്ടുകളാണ് അമീറ, സമീറ, ലൂല, ഐല. അധ്യയനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിദേശത്ത് രൂപകൽപ്പന ചെയ്തിറക്കിയ റോബോട്ടുകളാണ് ഇവ. അധ്യയനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി വിദേശത്ത് രൂപകൽപ്പന ചെയ്തിറക്കിയ റോബോട്ടുകളാണ് ഇവ. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് എന്നീ ഭാഷകളിൽ എന്ത് സംശയം ചോദിച്ചാലും ഇവർ മറുപടി പറയും. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് എന്നീ ഭാഷകളിൽ എന്ത് സംശയം ചോദിച്ചാലും ഇവർ മറുപടി പറയും. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. 781 റേറ്റിംഗ് പോയിൻ്റാണ് രോഹിത്തിനുള്ളത്. 781 റേറ്റിംഗ് പോയിൻ്റാണ് രോഹിത് ശർമ്മയ്ക്കുള്ളത്. ഇന്ത്യയുടെ തന്നെ ശുഭ്മാൻ ഗിൽ 4-ാം സ്ഥാനത്ത് തുടരുമ്പോൾ വിരാട് കോഹ്ലി 5-ാം സ്ഥാനത്തേക്ക് കയറി. ഇന്ത്യയുടെ തന്നെ ശുഭ്മാൻ ഗിൽ 4-ാം സ്ഥാനത്ത് തുടരുമ്പോൾ വിരാട് കോഹ്ലി 5-ാം സ്ഥാനത്തേക്ക് കയറി. കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി 2025-26 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഐശ്വര്യഗ്രാമം പദ്ധതി. ഇതെന്തായാലും പഠിച്ചോ, അടുത്ത പരീക്ഷയിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. എന്താണ്? കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി 2025-26 ബജറ്റിൽ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് ഐശ്വര്യഗ്രാമം പദ്ധതി. ഐശ്വര്യഗ്രാമം പദ്ധതി ഇത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് നമ്മുടെ ബജറ്റിൽ 2025-26 ബജറ്റിൽ പ്രഖ്യാപിച്ചൊരു പദ്ധതി ഐശ്വര്യഗ്രാമം പദ്ധതി. ഐശ്വര്യഗ്രാമം പദ്ധതി പട്ടികജാതി കോളനികളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടുത്തെ താമസക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഐശ്വര്യഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അത് പട്ടികജാതി കോളനികളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടുത്തെ താമസക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ്. അപ്പോൾ ഐശ്വര്യഗ്രാമം പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ജീവിത നിലവാരം എങ്ങനെയാണ് ഉയർത്തുക? അത് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിക്കൊണ്ടേ ഉയർത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ 2025-26 ബജറ്റിൽ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് ഐശ്വര്യഗ്രാമം പദ്ധതി. ഇനി ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ താഴെ പറയുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക മുൻഗണന നൽകും. അത് ആർക്കൊക്കെയാണ്? അത് കുടുംബനാഥകളായ സ്ത്രീകൾ, വിധവകൾ, കിടപ്പിലായ രോഗികൾ, ഭിന്നശേഷിക്കാർ. അപ്പോൾ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ ആർക്കൊക്കെയാണ് മുൻഗണന നൽകുക എന്ന് ചോദിച്ചാൽ അത് കുടുംബനാഥകളായ സ്ത്രീകൾക്ക് നൽകും, വിധവകൾക്ക് നൽകും, കിടപ്പിലായ രോഗികൾക്ക് നൽകും, ഭിന്നശേഷിക്കാർക്ക് നൽകും. അതുപോലെ 5 മുതൽ 14 വരെ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 25 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. 5 മുതൽ 14 വരെ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു പ്രദേശത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 25 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും ഈ ഐശ്വര്യഗ്രാമം പദ്ധതിയിലെ കൂടി. അടുത്ത ചോദ്യം, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ റഷ്യയുടെ ശക്തിയും മികവും തെളിയിക്കാൻ അവതരിപ്പിച്ച ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഐഡോൾ. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ റഷ്യയുടെ ശക്തിയും മികവും തെളിയിക്കാൻ അവതരിപ്പിച്ച ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഐഡോൾ.
ഈയിടെ അന്തരിച്ച ഇന്ത്യയുടെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രൊഫസർ രാജാരാമൻ. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. ഈയിടെ അന്തരിച്ച ഇന്ത്യയുടെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രൊഫസർ രാജാരാമൻ. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. IIT കാൺപൂരിൽ ഇന്ത്യയിലെ ആദ്യത്തെ M.Tech പിന്നീട് B.Tech കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമുകൾക്ക് തുടക്കമിട്ടതിൻ്റെ ബഹുമതി ഈ പ്രൊഫസർ രാജാരാമനാണ്. ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം, പത്മഭൂഷൺ പുരസ്കാരം എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട്. 1976 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരവും 1998 പത്മഭൂഷൺ പുരസ്കാരവും നൽകി ഇന്ത്യ ഗവൺമെൻറ് പ്രൊഫസർ രാജാരാമനെ ആദരിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, കർണാടകയിൽ ആരംഭിച്ച ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസമാണ് മിത്രശക്തി 2025. കർണാടകയിൽ ആരംഭിച്ച ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസമാണ് മിത്രശക്തി 2025. അഭ്യാസത്തിൻ്റെ 11ാമത് പതിപ്പാണ് 2025 നവംബർ 10 മുതൽ 23 വരെ കർണാടകയിലെ ബെലഗാവിയിലുള്ള ഫോറിൻ ട്രെയിനിങ് നോഡിൽ വെച്ച് നടക്കുന്നത്. അഭ്യാസത്തിൻ്റെ മിത്രശക്തി എന്ന് പറയുന്ന അഭ്യാസത്തിൻ്റെ 11ാമത് പതിപ്പാണ് 2025 നവംബർ 10 മുതൽ 23 വരെ കർണാടകയിലെ ബെലഗാവിയിലുള്ള ഫോറിൻ ട്രെയിനിങ് നോഡിൽ വെച്ച് നടക്കുന്നത്. ഇന്ത്യൻ സംഘത്തിൽ രജപുത്ര റെജിമെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം 170 സൈനികരാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ സംഘത്തിൽ രജപുത്ര റെജിമെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം 170 സൈനികർ ഈ ഒരു മിത്രശക്തി 2025 ഉൾപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. $5 ലക്ഷം കോടി വിപണി മൂല്യമുള്ള ആദ്യ കമ്പനി എന്ന ചരിത്ര നേട്ടം കുറിച്ചത് NVIDIA. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. $5 ലക്ഷം കോടി വിപണി മൂല്യമുള്ള ആദ്യ കമ്പനി എന്ന ചരിത്ര നേട്ടം കുറിച്ചത് NVIDIA ആണ്. ഇന്ത്യയിലെ US അംബാസിഡറായി സത്യപ്രതിജ്ഞ ചെയ്തത് സെർജിയോ ഗോർ ആണ്. നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്ത ആളാണ് സെർജിയോ ഗോർ. ഇന്ത്യയിലെ US അംബാസിഡറായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് സെർജിയോ ഗോർ. ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തെ ആദ്യ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലാണ് ലൂണ AI. ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തെ ആദ്യ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലാണ് ലൂണ AI. ഇത് വികസിപ്പിച്ചത് സ്പാർഷ് അഗർവാൾ ആണ്. ആരാണ്? സ്പാർഷ് അഗർവാൾ. ലൂണ AI വികസിപ്പിച്ചത് സ്പാർഷ് അഗർവാൾ. കേരള ലോകായുക്ത ആക്ട് ആൻഡ് റൂൾസ് എന്ന പുസ്തകം പുറത്തിറക്കിയത് കേരള ലോകായുക്തയാണ്. കേരള ലോകായുക്ത ആൻഡ് റൂൾസ് എന്ന പുസ്തകം പുറത്തിറക്കിയത്. നിലവിലെ കേരള ലോകായുക്തയാണ് ജസ്റ്റിസ് N. അനിൽകുമാറാണ് നിലവിലെ കേരള ലോകായുക്ത. ഉപലോകായുക്തമാരാണ് ജസ്റ്റിസ് V. ഷേഴ്സി, അതുപോലെ ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവർ. ഉപലോകായുക്തയാണ് ജസ്റ്റിസ് V. ഷേഴ്സി, ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവർ. അതുപോലെ ലോകായുക്തയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം. നിലവിലെ ലോക്പാൽ അധ്യക്ഷനാണ്. കേന്ദ്രത്തിൽ വരുമ്പോൾ അത് ലോക്പാലാണ് അല്ലേ. അപ്പോൾ കേരളത്തിൽ അഴിമതിയെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ലോകായുക്ത. അതുപോലെ കേന്ദ്ര തലത്തിൽ അഴിമതിയൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോക്പാൽ. അപ്പോൾ നിലവിലെ ലോക്പാൽ അധ്യക്ഷനാണ് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് A.M. ഖാൻവിൽക്കർ. നിലവിലെ ലോക്പാൽ അധ്യക്ഷനാരാണ്, അല്ലെങ്കിൽ നിലവിലെ ലോക്പാൽ ആരാണ്? അത് ജസ്റ്റിസ് A.M. ഖാൻവിൽക്കർ ആണ്. ഇദ്ദേഹം സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്നു. അടുത്ത ചോദ്യം, ഈ അടുത്ത് വൈറ്റ് ഹൗസ് സന്ദർശിച്ച സിറിയൻ പ്രസിഡൻ്റാണ് അഹമ്മദ് അഷ്റ. കൊച്ചി പുറംകടലിൽ മുങ്ങിപ്പോയ MSC എൽസ-3 കപ്പലിലേതെന്ന് കരുതുന്ന കണ്ടെയ്നർ കണ്ടെത്തിയത് കോവളം. കൊച്ചി പുറംകടലിൽ മുങ്ങിപ്പോയ MSC എൽസ-3 കപ്പലിലേതെന്ന് കരുതുന്ന കണ്ടെയ്നർ കണ്ടെത്തിയത് കോവളത്ത് നിന്ന്. അടുത്ത ചോദ്യം, നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് കൃത്രിമ തീരം നിർമ്മിക്കുന്നത് ശംഖുമുഖം. നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് കൃത്രിമ തീരം നിർമ്മിക്കുന്നത് ശംഖുമുഖത്ത്. നെഹ്റു സെൻറ്ററിൻ്റെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് G. സുധാകരനാണ്. നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, UMETSAT, ദേശീയ സമുദ്ര അന്തരീക്ഷ ഭരണകൂടം എന്നിവയുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച നൂതന ഓഷ്യൻ ആൽറ്റിമെട്രി ഉപഗ്രഹമാണ് സെന്റിനൽ 6B. നാസ,
അതുപോലെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA, അതുപോലെ യുമെറ്റ്സാറ്റ് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ദി എക്സ്പ്ലോറേറ്റേഷൻ ഓഫ് മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ്, അതുപോലെ ദേശീയ സമുദ്ര അന്തരീക്ഷ ഭരണകൂടം എന്നിവയുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച നൂതന ഓഷ്യൻ ആൾട്ടിമെട്രി ഉപഗ്രഹം ആണ് Sentinel-6B. ഒരു നൂതന ഓഷ്യൻ ആൾട്ടിമെട്രി ഉപഗ്രഹമാണ് Sentinel-6B. ആഗോള സമുദ്രോപരിതലത്തിൻ്റെ ഉയരം, തിരമാലകൾ, കാറ്റ്, സമുദ്രചലനങ്ങളിലെ കാലാവസ്ഥാപരമായ മാറ്റങ്ങൾ എന്നിവ അത്യധികം കൃത്യതയോടെ അളക്കുന്നതിന് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ്. അതായത് ആഗോള സമുദ്രോപരിതലത്തിൻ്റെ ഉയരം, തിരമാലകൾ, കാറ്റ്, സമുദ്രചലനങ്ങളിലെ കാലാവസ്ഥാപരമായ മാറ്റങ്ങൾ എന്നിവ അത്യധികം കൃത്യതയോടെ അളക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇത്. ഓക്കെ. അതുപോലെ നവംബർ 21 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നവംബർ 21 ലോക ടെലിവിഷൻ ദിനമാണ്. ലോക മത്സ്യബന്ധന ദിനമാണ്. അതുപോലെ CV രാമൻ്റെ ചരമദിനം കൂടിയാണ് നവംബർ 21. എന്തൊക്കെയാണ്? നവംബർ 21 ലോക ടെലിവിഷൻ ദിനമാണ്, ലോക മത്സ്യബന്ധന ദിനമാണ്, CV രാമൻ്റെ ചരമദിനമാണ് നവംബർ 21. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് പറയാനായിട്ടുണ്ടായത്. അപ്പോൾ കുറച്ച് ലെങ്തിയാണ്, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എല്ലാം ഒന്നിച്ച് പഠിച്ച് തലയ്ക്കേറ്റി വെക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങളിത് ഒന്ന് കേട്ട് നോക്കുക. ഒരു തവണ കേട്ടവർ ഒരു 2x സ്പീഡിലിട്ടിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. പരീക്ഷ പേപ്പർ കാണുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക തന്നെ ചെയ്യും. അതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി, ജോലി എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.